ഒന്നാമത്തെ കാര്യം, ഐക്യ ജനാധിപത്യ മുന്നണി, സതീശന്റെ ഭാഷയിൽ പറഞ്ഞാൽ ടീം UDF ആണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത്. ടീം UDFിലെ രണ്ടാമത്തെ കക്ഷി ലീഗാണ്, മുസ്ലിം ലീഗാണ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇന്നലെ രാവിലെ ഉണ്ടായ, അല്ലെങ്കിൽ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ഒരു പാർട്ടി അല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കഴിഞ്ഞ കുറെ കാലങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അത് കോൺഗ്രസിന്റെ കൂടെയും CPMന്റെ കൂടെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടായിട്ടുണ്ട്. 67 സപ്തകക്ഷി മന്ത്രിസഭയൊന്നും CPMകാർ മറന്നുപോകരുത്. ലീഗ് ഏതെങ്കിലും തരത്തിൽ വർഗീയമായ അവരുടെ ഭരണത്തിൽ ഇടപെട്ട ചരിത്രം കേരളത്തിൽ ഇല്ല. ഏതെല്ലാം വകുപ്പ് അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്? വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലെ അഴിമതിയെക്കുറിച്ചോ എഫിഷ്യൻസിയെക്കുറിച്ചോ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ട്, ഒക്കെ ഇല്ലേ? അതിലിപ്പോ നിങ്ങൾ അഴിമതിയെക്കുറിച്ച് പറഞ്ഞാൽ എല്ലാവരെയും കുറിച്ചും അഴിമതി പറയാറുണ്ട്. G. സുധാകരനും മുഹമ്മദ് റിയാസും കമ്പയർ ചെയ്താൽ ആരാ നല്ല മന്ത്രി എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടായിപ്പം. ബുദ്ധിമുട്ടൊന്നുമില്ല, ജനങ്ങൾക്ക് നല്ല തീരുമാനം ഉണ്ട്, അവര് ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, വർഗീയമായി എപ്പോഴാണ് ലീഗ് നിലപാടെടുത്തത്? ബാബറി മസ്ജിദ് തകർന്നപ്പോൾ പോലും വളരെ കമ്പോസ്ഡ് ആയ, വളരെ സമാധാനപരമായ ഒരു നിലപാടെടുത്തത്. അതിന് കാരണമുണ്ട്. ലീഗ് ഒരു വർഗീയ കക്ഷിയല്ല, ലീഗ് ഒരു സാമുദായിക കക്ഷിയാണ്. BJPയുടെ പോലെ അല്ലെങ്കിൽ RSSന്റെ പോലെ അന്യമത വിരോധം പറയുന്ന ഒരു കക്ഷിയല്ല. ഒരു ജനാധിപത്യത്തിൽ ഒരു സമുദായത്തിന്റെ അവരുടെ ഐക്യം നിലനിർത്തുകയും അവരെ കൂടെ കൊണ്ടുപോവുകയും പ്രത്യേകിച്ചും കേരളത്തിൽ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കം നിന്ന മുസ്ലിം വിഭാഗത്തിനെ പൊതുസമൂഹത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരും. നമ്മൾ നവോത്ഥാനം എന്നൊക്കെ പറയുന്നത് അതല്ലേ? പൊതുസമൂഹത്തിൽ ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുന്നതിൽ ലീഗിന് നിർണായകമായൊരു പങ്കുണ്ട്. രണ്ടാമത്തെ പങ്ക്, ലീഗ് മുസ്ലിം വർഗീയ വിഭജനവാദത്തെ ഏറ്റവും കൂടുതൽ എതിർത്ത പാർട്ടിയാണ്. എന്തുകൊണ്ടാണ് ഇവിടെ അത്തരത്തിലുള്ള കക്ഷികൾക്ക് വളർന്നു വരാൻ കഴിയാതിരിക്കുന്നത്? അവരുടെ ആവശ്യമാണ്, ഞാൻ പേരൊന്നും പറയുന്നില്ല. അത്തരം കക്ഷികളുടെ ആവശ്യമാണ് ലീഗ് ഇല്ലാതാവുക. അഖിലേന്ത്യാ ലീഗിനെ കൊണ്ടുവന്നിട്ട് കുറെ കളിച്ചല്ലോ CPM. ലീഗിലെ വിമതരെ കൊണ്ടുവന്ന് കുറെ കളിച്ചല്ലോ. അപ്പൊ കളിയൊക്കെ അവസാനിച്ചില്ലേ? കാരണം ലീഗിനകത്ത് ലീഗ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതിൽ അവർക്ക് പാണക്കാട് തങ്ങളാണ് അവരുടെ ഗുരുദാസൻ അല്ലെങ്കിൽ നേതാവ്. അതൊക്കെ ശരിയാണ്, നമുക്ക് അതിനോടൊക്കെ വേണമെങ്കിൽ യോജിക്കാം, വിയോജിക്കാം. അപ്പൊ അങ്ങനെ എടുത്ത ഒരു പാർട്ടിയും പറയാൻ പറ്റില്ല. ഇപ്പൊ പിണറായി വിജയന്റെ പാർട്ടി പോലും പറയാൻ പറ്റില്ല. പക്ഷേ ലീഗ് കേരളത്തിലെ ഒരു മതേതര പാർട്ടിയാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും ആ നിലപാട് കാണിച്ച ഒരു പാർട്ടിയാണ്, ഒരു തർക്കമില്ല. അപ്പൊ ലീഗിനെതിരെ ആക്രമിക്കുന്ന എന്തിനാണ്? ലീഗിനെതിരെ ആക്രമിക്കുന്നതിന് ഇപ്പോഴുള്ള അജണ്ട കൃത്യമായും സംഘപരിവാറിന്റെ RSSന്റെ അജണ്ടയാണ്. BJPക്കാരത് പറയും. BJPക്കാർക്ക് അതേ പറയാ അറിയൂ. അവർക്ക് പെട്രോൾ വില കൂട്ടിയത് പ്രശ്നമല്ല, ലീഗ് മുസ്ലിമാണ് പ്രശ്നം. അവർ SIR വഴി CAA വഴി പല വഴിയും അവർ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ രാജ്യത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെതിരെ പോരാടുന്ന ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ കൂടെ ലീഗ് ഉറച്ചു നിൽക്കുന്നു. ആ അർത്ഥത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ കക്ഷിക്കും കേരള കോൺഗ്രസിനൊക്കെ ഉള്ളതല്ലാതെ വേറൊരു വർഗീയ സംഗതിയും ലീഗ് ഇതുവരെ പറഞ്ഞിട്ടില്ല, പറയുകയുമില്ല. അവർ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിച്ചിട്ടില്ല. അർഹതയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് അവർ പറഞ്ഞു. അർഹത ഞങ്ങൾക്കുണ്ട്. ഇപ്പൊ കേരള കോൺഗ്രസ് ജോസഫിനോട് ചോദിച്ചാൽ ഞങ്ങൾക്ക് 3 മന്ത്രിസ്ഥാനത്തിന് അർഹത ഉണ്ടെന്ന് പറയും. പക്ഷേ 2 കിട്ടുമോ 1 കിട്ടുമോ എന്ന് നമുക്ക് ഇപ്പോഴും തീരുമാനമായിട്ടില്ല. എല്ലാ പാർട്ടികളും വിചാരിക്കുന്ന അവർക്ക് അർഹതയുണ്ടെന്ന്. അങ്ങനെ ഒരു ഘട്ടത്തിൽ എന്താണ് ലീഗിനെതിരായ പ്രചരണത്തിന്റെ അജണ്ട? ഇപ്പോൾ ഞാൻ ഇന്ന് മനസ്സിലാക്കുന്നത്, BJPയുടെ സ്റ്റേറ്റ് ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു പോസ്റ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്കിടയിൽ വർഗീയ വിഭജനം നടത്തുന്ന ഒരു പോസ്റ്റ്. വർഗീയ വിഭജനം മാത്രമാണല്ലോ BJPയുടെ ഏക അജണ്ട. വേറെ ഏതെങ്കിലും അജണ്ട അവർക്കുണ്ടോ? വേറെ ഒരു അജണ്ടയില്ല. വികസനം എന്നൊക്കെ പറയുന്നല്ലാതെ തൊടുന്നെടുത്ത് മുഴുവൻ വർഗീയത പറയാണ്. പക്ഷെ കേരളത്തിൽ അത് ചെലവായില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചു, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്രമിച്ചു, അതിനേക്കാൾ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് ശ്രമിച്ചു. ലീഗ് വന്നാൽ മുസ്ലിം ഭരണം വരും. എന്തായി പറയണേ? ലീഗ് ഇവിടെ ഭരിച്ചപ്പോൾ മുസ്ലിം ഭരണം വന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, EMS മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മുഖ്യമന്ത്രിമാരുടെ കീഴിലും ലീഗ് ഇരുന്നിട്ടുണ്ട്. EMSന്റെ കീഴിലിരുന്നുണ്ട്, കരുണാകരന്റെ കീഴിലിരുന്നുണ്ട്, ഉമ്മൻചാണ്ടിയുടെ ആന്റണിയുടെ ഒക്കെ കീഴിലിരുന്നുണ്ട്. ഇപ്പോ ഇത്തവണ എല്ലാവരും പറഞ്ഞൊരു വിജയമുണ്ട്, 1-2 വിജയങ്ങളുണ്ട്. ഒന്ന്, മുസ്ലിം ഭൂരിപക്ഷമുള്ള 2 മണ്ഡലങ്ങളിൽ കൃത്യമായി തവനൂരും തിരുവമ്പാടിയും എത്ര കൃത്യമായാണ് അവിടെ
ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള തിരുവമ്പാടിയിൽ മുസ്ലിം ലീഗ് ജയിക്കുന്നു. മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലത്ത് വളരെ കൃത്യമായി VS ജോയ് ജയിക്കുന്നു. കേരളത്തിലെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ ലീഗിന് വലിയൊരു ശേഷിയുണ്ട്, അതവർ ചെയ്യുന്നുണ്ട്. ആ നേരത്താണ് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോഴല്ലല്ലോ, കുറെ കാലമായി പറയാണല്ലോ. ഇപ്പോൾ എനിക്കറിയില്ല CPM-ന്റെ വിലയിരുത്തൽ എന്താന്ന്, വാർത്ത വരുന്നേ എനിക്കറിയാവൂ. വെള്ളാപ്പള്ളി നടേശന്റെ കൈ പിടിച്ച് നടന്നുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും വെള്ളാപ്പള്ളി പിണറായി പുകഴ്ത്തുമ്പോൾ നമ്മുടെ വോട്ട് പോകുന്നു എന്നാണ് CPM സംസ്ഥാന കമ്മിറ്റിയിൽ വന്നൊരു പരാതി. സത്യല്ലേ? CPM തലയ്ക്ക് വെളിവുള്ള എല്ലാവർക്കും അറിയാലോ അത്, പിണറായിക്ക് ഒഴിച്ച്, അല്ലെങ്കിൽ ഭക്തർക്ക് ഒഴിച്ച്. അതുപോലെ ഇപ്പൊ സുകുമാരൻ നായർ അങ്ങ് കയറി വന്നേക്കുക. സുകുമാരൻ നായരെ കേരളത്തിൽ ലീഗ് വിദ്യാഭ്യാസം കൈകാര്യം ചെയ്ത കാലത്ത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് വല്ലതും പൂട്ടിപ്പോയോ? നിങ്ങൾക്ക് ഏതെങ്കിലും സംഗതി കിട്ടാതിരുന്നോ? നായന്മാരെ എവിടെയെങ്കിലും അവഗണിച്ചോ? ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ എന്തിനാ വെള്ളാപ്പള്ളിയും സുകുമാരൻ നായരും? അത് ലീഗിനെതിരെ മാത്രമല്ല, ലീഗിന്റെ പിന്തുണയോടെ സതീശൻ വന്നു. അതിലാണ് ഏറ്റവും വിചിത്രമായ വാദം. എന്താ വാദം? കോൺഗ്രസിൽ ആര് മുഖ്യമന്ത്രിയാവണം എന്ന് അഭിപ്രായം പറയാൻ ഹൈക്കമാൻഡ് ചോദിച്ചാലും ലീഗ് മിണ്ടാതിരിക്കണം, കേരള കോൺഗ്രസ് മിണ്ടാതിരിക്കണം. എന്താ? അവരും വിടാൻ മിണ്ടാറില്ല. എന്നാലോ പിണറായി വിജയൻ ഇനിയും മുഖ്യമന്ത്രിയാവണം എന്ന് പറഞ്ഞ വെള്ളാപ്പള്ളിക്ക് ഏത് തെമ്മാടിത്തരവും പറയാം. ലീഗ് വന്നാ കുഴപ്പം. സുകുമാരൻ നായർക്ക് പറയാം. സുകുമാരൻ നായർ പിണറായിയുടെ കൂടെയല്ലേ ഇത്രയും കാലം? ഈ എന്താ പറയാ, സമദൂരം, ബഹുദൂരം, പലദൂരം എന്നൊക്കെ പറഞ്ഞ് വർദ്ധാനം പറഞ്ഞെങ്കിലും ഉള്ളുകൊണ്ട് പിണറായി വിജയൻ വീണ്ടും വരണം എന്നാഗ്രഹിച്ച ആള് തന്നെയാണ് സുകുമാരൻ നായർ. ഇപ്പൊ ഇവർക്കൊക്കെ വലിയ അഭിപ്രായം, ആര് മുഖ്യമന്ത്രിയാവണം, അത് ആര് അഭിപ്രായം പറയണം, ആര് ചോദിക്കണം. എന്തൊരു നാണം കെട്ട ഇടപെടാത്. ഇവർ രണ്ടുപേരും ഇപ്പൊ ചെയ്യുന്നത് BJPക്ക് ആളെ റിക്രൂട്ട് ചെയ്യുക. വെള്ളാപ്പള്ളി എല്ലാ കാലത്തും അങ്ങനെയാ ചെയ്തിരുന്നതെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. BJPക്ക് CPM അണികളിൽ ഹിന്ദുത്വ വർഗീയവാദം പരത്തുക. CPM ആണ് ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇതിന്റെ ദോഷം വരാൻ പോണത് UDF-നല്ല, CPM-നാണ്. കാരണം CPM-ന്റെ അണികൾ ഇത് ഏറ്റുപിടിച്ചാൽ CPM-ന്റെ അണികളിൽ വലിയ തോതിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വേരുകൾ വരും. കാരണം ഇപ്പോഴും ഹിന്ദു എന്ന് പറയുന്ന വിഭാഗങ്ങളിൽ നല്ലൊരു പങ്ക് CPM-ന്റെ കൂടിയാണ് കേരളത്തിൽ, പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗം. അവരിൽ നിന്ന് വലിയ ഒഴുക്കുണ്ടായിട്ടുണ്ട്. ആ ഒഴുക്ക് ഒരുപക്ഷെ CPM-ന്റെ അവസാനത്തിലേക്ക് പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇതിൽ UDF-നേക്കാൾ താല്പര്യം എടുക്കേണ്ടത് CPM-ആണ്, അല്ലെങ്കിൽ CPM-ന് വലിയ ദോഷം വരും. ഏതായാലും മുഖ്യമന്ത്രി വളരെ കൃത്യമായി നിലപാട് പറഞ്ഞിട്ടുണ്ട്. ലീഗിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കുന്നത് ശരിയല്ല, അതിനനുവദിക്കില്ല. കാരണം ലീഗ് ജനാധിപത്യപരമായി ജയിച്ചു വന്നൊരു പാർട്ടിയാണ്. അവരിവിടുത്തെ MLA-മാരാണ്. അവർക്ക് MLA-മാർക്കുള്ള എല്ലാ അവകാശങ്ങളും അവർക്കുണ്ട്. അത് പിണറായി വിജയൻ എന്ത് നിലപാടെടുക്കുമെന്ന് അദ്ദേഹം കാണേണ്ടതാണ്. വീണ്ടും വെള്ളാപ്പള്ളി തന്നെയാണോ അദ്ദേഹത്തിന്റെ ഗുരു എന്ന് എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് കേരളം സംഘപരിവാറിന് CPM വോട്ടുകൾ അടക്കം തങ്കത്തളികയിൽ വെച്ച് കൈമാറുന്ന ഏജന്റായി നമുക്ക് അവരെ കാണേണ്ടി വരും. അത് ഒരിക്കലും കേരളം അംഗീകരിക്കാൻ പോകുന്നില്ല.